Good morning. In the last class, we have seen what is a periodic signal, and we have seen the two parameters in the periodic signal. Okay, actually there are three parameters. We have covered peak amplitude and frequency. So today we are going to see the phase, the third parameter, which is phase. Okay, all these we have covered. Phase of a signal. So what is a phase of a signal? Phase describes the position of the waveform റിലേറ്റീവ് ടു ടൈം സീറോ. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് വേവിനെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ എക്സ് ആക്സിസ് ടൈമും വൈ ആക്സിസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസുമാണ്. ഓക്കെ, അപ്പോൾ ഒരു വേവ് ഫോം എന്ന് പറയുന്നത് ഫേസ് ഓഫ് എ വേവ് ഫോം ഈസ് ദ പൊസിഷൻ ഓഫ് ദ വേവ് വിത്ത് റെസ്പെക്ട് ടു എ ടൈം സീറോ. ഈ ടൈം സീറോയിൽ വേവിൻ്റെ പൊസിഷൻ എന്താണ്? ദാറ്റ് ഈസ് നോൺ ആസ് ദ ഫേസ്. ഓക്കെ, അപ്പോൾ ഈ റെഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ വേവിൻ്റെ പൊസിഷൻ നമ്മൾ പറയുന്നത്. സോ ദിസ് ഈസ് ദ റെഫറൻസ് പോയിൻറ്റ്, ദ ടൈം സീറോ. ദ ഫേസ് ഡിസ്ക്രൈബ്സ് ദ എമൗണ്ട് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഷിഫ്റ്റ് ഓഫ് എ സിഗ്നൽ. ഓക്കെ, അതായത് ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഷിഫ്റ്റ് ഓഫ് എ സിഗ്നലാണ്. ഈ സിഗ്നൽ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന സിഗ്നൽ വേണമെങ്കിൽ ഒരു കുറച്ച് ഷിഫ്റ്റ് ചെയ്ത് ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് മാറാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഫോർവേഡ് ഷിഫ്റ്റ് ചെയ്യാം. അതിനാണ് നമ്മൾ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫേസ് ഡിഫറൻസ് ഈസ് ദ എമൗണ്ട് ഓഫ് ഫോർവേഡ് ആൻഡ് ദ ബാക്ക്വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ സിഗ്നൽ. ക്ലിയർ? അപ്പം ഇതിനെയാണ് നമ്മൾ ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ദിസ് ഈസ് എ സൈൻ വേവ്. സോ ദിസ് ഈസ് ദ ടൈം എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് വൈ ആക്സിസ്. ഇത് ഒരു സിഗ്നലാണ്. അപ്പോൾ ഈ സിഗ്നലിൽ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫേസ് ചേഞ്ചിനെ വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് യൂസിങ് ആൻ ആംഗിൾ. അപ്പോൾ ഈ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ആംഗിൾ 0 ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു ഹാഫ് സൈക്കിൾ അല്ലെങ്കിൽ 1/4 സൈക്കിൾ വരുമ്പോഴത്തേക്കും ദിസ് ഈസ് ഓഫ് ആംഗിൾ 90 ഡിഗ്രി ഓർ π/2. π/2 എന്ന് പറയുന്ന റേഡിയൻസ് ആണ്. റേഡിയൻസിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് π/2 എന്നാണ്. ഓക്കെ, ആംഗിളിലും റെപ്രസെൻറ്റ് ചെയ്യാം, എന്താണ് റേഡിയൻസിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും, ഇതാണ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഹാഫ് സൈക്കിളിൽ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് 180 ഡിഗ്രി ഫേസ് ചേഞ്ച് ആണ്. ഓക്കെ, ഒരു 3/4 സൈക്കിൾ കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് 270 ഡിഗ്രി. അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 270, ഈ ഭാഗത്ത് 270 ഡിഗ്രിയാണ്. ഓക്കെ, അതിൻ്റെ റേഡിയൻ എന്ന് പറയുന്നത് 3/2 ആണ്. 3π/2 ആണ്. 3π/2 ആണ് അതിൻ്റെ റേഡിയൻ. ക്ലിയർ? 360 ഡിഗ്രി ഫേസ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ആ ഭാഗത്താണ് 360 ഡിഗ്രി എന്ന് പറയുന്നത്. 2π റേഡിയനാണ് 360 ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഫേസ് ഓഫ് എ സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫേസ് ചേഞ്ച് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫേസ് ചേഞ്ച് ഓഫ് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഫേസ് ചേഞ്ച് ഓഫ് 90 ഡിഗ്രി കറസ്പോണ്ട്സ് ടു 1/4 ഓഫ് ദ സൈക്കിൾ അല്ലേ. അപ്പോൾ ഇതൊരു സിഗ്നലാണ്. ഇതിൽ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഒക്കർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 90 ഡിഗ്രി ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ മാറും. ഇവിടെ നമ്മൾ ബാക്കിലോട്ട് മാറുകയാണ്. കണ്ടോ, ഈ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദ സിഗ്നൽ വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ അല്ലേ. ഇവിടെ കണ്ടോ, സിഗ്നൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഇതാണ് ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നടന്ന ഒരു സിഗ്നൽ. ഇതാണ്. ക്ലിയർ? അതാണ് പറയുന്നത് ദ ഫേസ് ഷിഫ്റ്റ് ഓഫ് 90 ഡിഗ്രി കറസ്പോണ്ട് ടു ദ ഷിഫ്റ്റ് ഓഫ് 1/4 ഓഫ് ദ സൈക്കിൾ അല്ലെങ്കിൽ 1/4 സൈക്കിൾ. ക്ലിയർ? കണ്ടോ, അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് എന്ന് പറയുന്നത് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അല്ലെങ്കിൽ π/2 റേഡിയൻ ഫേസ് ഷിഫ്റ്റ്. ഇതാണ് ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നടത്തിയിട്ടുള്ള ഒരു സിഗ്നൽ. നെക്സ്റ്റ്, ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നടക്കുമ്പോൾ ഉള്ള സിഗ്നൽ എങ്ങനെ വരും? ദിസ് ഈസ് എ സിഗ്നൽ. ഓക്കെ, അപ്പോൾ 180 ഡിഗ്രി എന്ന് പറയുന്നത് ഈ പോർഷനാണ്, ഹാഫ് സൈക്കിൾ ഉള്ളതാണ് അല്ലേ. അപ്പോൾ 180 ഡിഗ്രി ഷിഫ്റ്റ് നടക്കുമ്പോഴത്തേക്കും ദ വേവ് ഫോം വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. ഓക്കെ, കണ്ടോ, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഈ പാർട്ട് ഇങ്ങോട്ട് പോയി. കണ്ടോ, ഈ മുകളിലത്തെ ഈ ഒരു അപ്പർ ക്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതൊരു ഹാഫ് സൈക്കിൾ ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദ വേവ് ഫോം വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ 180 ഫേസ് ഷിഫ്റ്റ്. അപ്പോൾ ഇതാണ് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നടത്തിയിട്ടുള്ള ഒരു സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു 270 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നടത്തിയിട്ടുള്ള സിഗ്നൽ എങ്ങനെ ഇരിക്കും?
ദിസ് ഈസ് എ സിഗ്നൽ. ഇതിൽ ഈ പോയിൻ്റ് എന്നാണ് 270 ഡിഗ്രി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നമ്മുടെ 3π/2 അല്ലെങ്കിൽ 3π/2 റേഡിയൻ അല്ലെങ്കിൽ 270 ഡിഗ്രി എന്ന് പറയുന്നത് ഈ പൊസിഷനാണ്. അപ്പോൾ 270 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നടത്തിയിട്ടുള്ള ഈ സിഗ്നൽ എങ്ങനെ വരും? ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ദ സിഗ്നൽ വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻ ഇത് ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്തു അല്ലേ? അതാണ് ഇവിടെ കാണുന്നത്. ഇത്രയും പോർഷൻ ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതാണ് ഈ ഫേസ് ഓഫ് ദ സിഗ്നൽ എന്ന് പറയുന്നത് കേട്ടോ. ഫേസ് ഓഫ് ദ സിഗ്നൽ, ദ പൊസിഷൻ ഓഫ് ദ സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു ദ ടൈം 0. ഓക്കെ, സീറോത്ത് പൊസിഷനിൽ ഉള്ള സിഗ്നലിൻ്റെ 0th ടൈമിൽ ഉള്ള സിഗ്നലിൻ്റെ പൊസിഷൻ എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 90 നമ്മൾ കണ്ടു, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കണ്ടു, 270 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കണ്ടു. ഇനി 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്ന സിഗ്നൽ ഇതാണ്. 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്ന സിഗ്നൽ ഉണ്ടോ? ദിസ് ഈസ് എ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്ന സിഗ്നൽ എങ്ങനെ ഇരിക്കും? ബി സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ ഉണ്ടോ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഇത് വേറൊരു സിഗ്നലായിട്ട് വന്നു. ഓക്കെ, ഇത്രയും പോർഷൻ വിൽ ബി ഷിഫ്റ്റഡ് ബാക്ക്വേർഡ് ഉണ്ടോ? ഇത്രയും പോർഷൻ ഷിഫ്റ്റഡ് ബാക്ക്വേർഡാണ്. ഓക്കെ, സോ ദിസ് ഈസ് എ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഓർ എ പൈ റേഡിയൻ ഫേസ് ഷിഫ്റ്റ് നടത്തിയിട്ടുള്ള ഒരു സിഗ്നലാണ്. ദിസ് ഈസ് നോൺ ആസ് ഒരു ഫേസ് എന്ന് പറയുന്നത്, ഫേസ് ഓഫ് എ സിഗ്നൽ. ഓക്കെ, ആൻഡ് ഫേസ് ഷിഫ്റ്റ് എന്താണെന്നുള്ളത്, വാട്ട് യു മീൻ ബൈ ഫേസ് ഓഫ് എ സിഗ്നൽ ആൻഡ് വാട്ട് യു മീൻ ബൈ ഫേസ് ഷിഫ്റ്റ്. ഓക്കെ, അത് നമ്മൾ കണ്ടു. ഇതിൻ്റെ തന്നെ വേറൊരു എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ ടെക്സ്റ്റിൽ കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. എ സൈൻ വേവ് വിത്ത് ഫേസ് ഓഫ് 0 ഡിഗ്രി ഈസ് നോട്ട് ഷിഫ്റ്റഡ്. സൈൻ വേവ് വിത്ത് ഫേസ് ഓഫ് 0 ഡിഗ്രി. ഇപ്പോൾ 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നടത്തിയിട്ടുള്ള സിഗ്നൽ എന്ന് പറഞ്ഞാൽ അവിടെ ഫേസ് ഷിഫ്റ്റ് നടത്തിയിട്ടില്ല, അത് ആ സിഗ്നൽ തന്നെയാണ് കണ്ടോ? ആ സിഗ്നലാണ് കാരണം 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനാണ്, അത് അവിടെ തന്നെ ഇരിക്കും. എ സൈൻ വേവ് വിത്ത് ഫേസ് ഷിഫ്റ്റ് ഓഫ് 90 ഡിഗ്രി ഷിഫ്റ്റഡ് ലെഫ്റ്റ് ബൈ 1/4 സൈക്കിൾ അല്ലേ? നമ്മൾ നേരത്തെ കണ്ടു 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്. ഇപ്പോൾ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നടത്തിയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 1/4 സൈക്കിളിലോട്ട് തുടങ്ങുന്ന ഒരു സിഗ്നലാണത്. ഓക്കെ, ഇറ്റ് ഈസ് ഷിഫ്റ്റഡ് ലെഫ്റ്റ് ബൈ 1/4 സൈക്കിൾ. 1/4 സൈക്കിളിൽ അവർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എ സൈൻ വേവ് വിത്ത് ഫേസ് ചേഞ്ച് ഓഫ് 180 ഡിഗ്രി ഈ ഷിഫ്റ്റഡ് ലെഫ്റ്റ് ബൈ ഹാഫ് സൈക്കിൾ. ഓക്കെ, ഈ പൊസിഷനാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഹാഫ് സൈക്കിൾ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് മാറിയതാണ് അല്ലേ? ഇതാണ് അങ്ങനത്തെ സിഗ്നൽ. ക്ലിയർ? അപ്പോൾ അതിൻ്റെ സെയിം എക്സാമ്പിൾ തന്നെയാണത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് വേവ് ലെങ്ത്. വാട്ട് ഡു മീൻ ബൈ വേവ് ലെങ്ത് ഓഫ് എ സിഗ്നൽ? വേവ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ സിഗ്നലിൽ 2 റെഫറൻസ് പോയിൻ്റ് എടുക്കും. ഓക്കെ, 2 ഐഡൻറ്റിക്കലായിട്ടുള്ള 2 റെഫറൻസ് പോയിൻ്റ് എടുക്കും. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ വേവ് ലെങ്ത് ഓഫ് എ സിഗ്നൽ റെഫേഴ്സ് ടു ദ ലെങ്ത് ഓർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഐഡൻറ്റിക്കൽ പോയിൻറ്റ്സ് ഓഫ് ദ നെയ്ബറിംഗ് സൈക്കിൾ ഓഫ് ദ വേവ് സിഗ്നൽ. അപ്പോൾ നമ്മൾ ഈ പോയിൻ്റ് എടുത്തു. ഓക്കെ, ഇതുപോലെ ഇരിക്കുന്ന വേറൊരു ഈ സിഗ്നലിൽ ഇതുപോലെ ഇരിക്കുന്ന ഈ അപ്പർ ക്രസ്റ്റിൽ ഇതുപോലെ ഇരിക്കുന്ന വേറൊരു പോയിൻ്റ് ഏതുണ്ട്? ഇതാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, നമ്മളിപ്പോൾ ലോവർ ട്രഫാണ് എടുക്കുന്നത് നോക്കിയായിരിക്കുക. ഇപ്പോൾ ലോവർ ട്രഫിൽ ഇതുപോലെ ഇരിക്കുന്ന ലോവർ ട്രഫ് അടുത്ത് ഏതാണ്? ഇത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അതായിരിക്കും വേവ് ലെങ്ത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ പോർഷനായിരിക്കും എടുക്കുന്നത് വിചാരിക്കുക, ഈ ഒരു പോയിൻ്റ്. ഓക്കെ, നമ്മൾ അപ്പർ ക്രസ്റ്റിൽ നിന്ന് താഴോട്ട് വരുന്ന ഒരു സ്ലൈഡിങ് ഏരിയ. ഓക്കെ, അതുപോലെ ഇരിക്കുന്ന വേറെ പോർഷൻ ഏതുണ്ട്? തൊട്ടടുത്തുള്ള ഇതാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദിസ് ഇസ് നോൺ ആസ് ദ വേവ് ലെങ്ത്. ക്ലിയർ? So wavelength refers to the length or the distance between 2 identical points, okay, of a neighboring cycle. നെയ്ബറിങ് സൈക്കിൾ ആവണം. ഓക്കെ, ഇതിപ്പോൾ ഒരു സൈക്കിൾ അല്ലേ, അതിനടുത്തുള്ള സൈക്കിൾ, തൊട്ടടുത്തുള്ള സൈക്കിൾ തന്നെ ആയിരിക്കണം. ഇത് ഇവിടെ എടുത്തു, ഇനി അടുത്ത 4 സൈക്കിൾ കഴിഞ്ഞിട്ടുള്ള ഐഡൻറ്റിക്കൽ പോയിൻ്റ് അല്ല എടുക്കേണ്ട, തൊട്ടടുത്തുള്ള എന്താണ് നെയ്ബറിങ് സൈക്കിളിലുള്ള ഐഡൻറ്റിക്കൽ പോയിൻ്റ് തന്നെ എടുക്കണം. ദാറ്റ് ഈസ് നോൺ ആസ് ദ വേവ് ലെങ്ത്. ഓക്കെ, സോ വേവ് ലെങ്ത് റെഫേഴ്സ് ടു the distance between 2 identical points of neighboring cycle of a wave signal is known as wavelength. അപ്പോൾ വേവ് ലെങ്ത് നമുക്ക് നമ്മൾ സാധാരണ മൈക്രോമീറ്ററിലാണ് പറയുന്നത്, സെൻറ്റിമീറ്റേഴ്സിലും പറയാം, മീറ്റേഴ്സിലും പറയാം. വേവ് ലെങ്ത് ഈസ് മെഷേർഡ് ഇൻ മീറ്റേഴ്സ്, സെൻറ്റിമീറ്റേഴ്സ് ഓർ മൈക്രോമീറ്റേഴ്സ്. ഓക്കെ, എനിത്തിങ്. ഇനി രണ്ടാമത്തെ പോയിന്റ് വേവ് ലെങ്ത്തിൽ പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞു. ഓക്കെ, ഫ്രീക്വൻസി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ദ വേവ് ലെങ്ത് വിൽ ബി ഡിക്രീസ്ഡ്. ഫ്രീക്വൻസി കുറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് വിൽ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, അപ്പം
നമ്മൾ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് ഓഫ് എ സിഗ്നൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഫ്രീക്വൻസി. ദാറ്റ് ഈസ് ഹയർ ദ ഫ്രീക്വൻസി ഷോർട്ടർ ദ വേവ് ലെങ്ത്. വേവ് ലെങ്ത് കുറയുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഫ്രീക്വൻസി കുറയുന്നതനുസരിച്ച് ഇത് വേവ് ലെങ്ത് കൂടും. അപ്പോൾ ഈ സിഗ്നൽ നോക്കുക, ഇതൊരു ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസിയും ലോ ഫ്രീക്വൻസി സിഗ്നൽ തിരിച്ചറിയുന്നത്? ഹൈ ഫ്രീക്വൻസി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒരുപാട് വേവ് ഫോംസ് വരും. ഓക്കെ, ഒരുപാട് സൈക്കിൾസ് വരുന്നതാണ് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ. കുറഞ്ഞ സൈക്കിൾസ് വരുന്നതാണ് ലോ ഫ്രീക്വൻസി സിഗ്നൽ. ഇവിടെ കണ്ടോ ഒരുപാട് സൈക്കിൾസ് വരുന്നുണ്ടോ? ഇവിടെ സൈക്കിൾസ് കുറവാണ്. അപ്പോൾ സൈക്കിൾസ് കൂടിയിട്ടുള്ള ഹൈ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ വേവ് ലെങ്ത് എടുക്കുമ്പോൾ, അപ്പോൾ നമ്മൾ ഈ രണ്ട് ഐഡൻറ്റിക്കൽ പോയിൻ്റ് എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ വേവ് ലെങ്ത് ഇത്രയും കിട്ടി. ഓക്കെ, ഇനി ഇവിടെ എടുക്കുക, ഇതിൻ്റെ രണ്ടിൻ്റെ അതുപോലെ ഐഡൻറ്റിക്കൽ പോയിൻ്റ് എടുക്കുമ്പോഴത്തേക്കും ഇത്രയും ഡിസ്റ്റൻസ് കിട്ടി. ഏതാണ് കൂടുതൽ? ഇതല്ലേ കൂടുതൽ. ഓക്കെ, സോ ലോ ഫ്രീക്വൻസി സിഗ്നൽ ഈസ് ഹാവിങ് high wavelength and high frequency signal is having short wavelength. Okay, that is why we can say that wavelength of a signal is inversely proportional to the frequency. Clear? Is a main idu highlight cheyenda oru point aanu. Okay, now wavelength namukku calculate cheyan namukku formula undu. The wavelength can be calculated if the propagation speed and the period of the signal. വേവ് ലെങ്ത് നമുക്ക് ഈ ഒരു ഫോർമുല വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ പ്രൊപ്പഗേഷൻ സ്പീഡ് ഓഫ് ദ ലൈറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ പീരീഡ്. ഓക്കെ, ഇപ്പോൾ പീരീഡ് എന്ന ടൈം പീരീഡ് നമുക്ക് വേറൊരു ഫോർമുലയുണ്ട്. പീരീഡ് എന്ന് പറയുന്നത് 1/f ആണ്. പീരീഡ് എന്ന് പറയുന്നത് T = 1/f. വി ഓൾറെഡി സീൻ ദാറ്റ്. ഓക്കെ, അപ്പോൾ പ്രൊപ്പഗേഷൻ സ്പീഡ് ഇൻറ്റു പീരീഡിനെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, പ്രൊപ്പഗേഷൻ സ്പീഡ് ബൈ ഫ്രീക്വൻസി, ബിക്കോസ് പീരീഡ് ഈസ് 1/frequency. ഓക്കെ, സോ ലാംഡ ഈസ് the period propagation speed by frequency. We can write lambda is propagation speed by frequency. So what do you mean by this propagation speed? Propagation speed is the speed of the light. ലൈറ്റിൻ്റെ സ്പീഡായിരിക്കും നമ്മൾ ഈ വേവിൻ്റെ സ്പീഡായിട്ട് നമ്മൾ കണക്കിനെടുക്കുന്നത്. ഓക്കെ, സോ പ്രൊപ്പഗേഷൻ സ്പീഡ് എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ സ്പീഡാണ്. എത്രയാണ്? 3 × 10⁸ ആണ്. ഓക്കെ, അപ്പോൾ അതായത് ഒരു വേവ് ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സ്പീഡ് ഓഫ് ദ ലൈറ്റ് ബൈ ഇറ്റ്സ് ഫ്രീക്വൻസി എടുക്കുമ്പോഴത്തേക്കും വേവ് ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫോർ എക്സാമ്പിൾ വേവ് ലെങ്ത് ഓഫ് റെഡ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ലാംഡ = c/f. ആദ്യം C എന്ന് പറയുന്നത് 3 × 10⁸ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിവൈഡഡ് ബൈ 4 × 10⁻14 ചെയ്യുക. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടുന്നത് 0.75 മൈക്രോമീറ്ററാണ്. നമുക്ക് ആദ്യം മീറ്ററിൽ കിട്ടി, അത് നമുക്ക് മൈക്രോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താണിത്. ഓക്കെ, 0.75 മൈക്രോമീറ്റർ. ഓക്കെ, സോ വേവ് ലെങ്ത് ലാംഡ = c/f. ഓക്കെ, നെക്സ്റ്റ് ഈസ് കോമ്പോസിറ്റ് സിഗ്നൽ. അപ്പോൾ നമ്മൾ ഒരു സിഗ്നലിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ഒരു സിഗ്നലിൽ നമ്മൾ സൈൻ വേവിൽ നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ നമുക്ക് ഒരു സമയത്ത് ഒരു സിഗ്നൽ മാത്രമല്ല സെൻഡ് ചെയ്യേണ്ട, മൾട്ടിപ്പിൾ സിഗ്നൽസ് നമുക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു സിഗ്നലിൻ്റെ അകത്ത് വി വിൽ ബി ഇൻ്റഗ്രേറ്റിംഗ് മൾട്ടിപ്പിൾ സിഗ്നൽസ്. സച്ച് സിഗ്നൽസ് ആർ നോൺ ആസ് കോമ്പോസിറ്റ് സിഗ്നൽസ്. ഓക്കെ, അപ്പോൾ കോമ്പോസിറ്റ് സിഗ്നൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി സിമ്പിൾ സൈൻ വേവ്സ്. ഓക്കെ, ഒരുപാട് സൈൻ വേവ്സ് അടങ്ങിയിട്ടുള്ളതാണ് ഒരു കോമ്പോസിറ്റ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, എ സിംഗിൾ ഫ്രീക്വൻസി സൈൻ വേവ് ഈസ് നോട്ട് യൂസ്ഫുൾ ഇൻ ദ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. വി നീഡ് ടു സെൻഡ് കോമ്പോസിറ്റ് സിഗ്നൽ, എ സിഗ്നൽ മെയ്ഡ് അപ്പ് ഓഫ് മെനി സിമ്പിൾ സൈൻ വേവ്സ്. അപ്പോൾ ഒരു ഫ്രീക്വൻസി കൊണ്ടുള്ള ഒരു സിഗ്നൽ കൊണ്ട് നമുക്ക് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഒരു ഉപയോഗമില്ല, അത് നമുക്കറിയാം. ഓക്കെ, നമുക്ക് കമ്മ്യൂണിക്കേഷൻ സമയത്ത് ഒരുപാട് ഫ്രീക്വൻസീസ് വേണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫ്രീക്വൻസീസ് ഉള്ള സെറ്റ് ഓഫ് സിഗ്നൽസ് നമുക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഓൺലി സെൻഡ് ത്രൂ കോമ്പോസിറ്റ് സിഗ്നൽസ്. അങ്ങനത്തുള്ള സിഗ്നൽസിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് സിഗ്നൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോമ്പോസിറ്റ് സിഗ്നൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിങ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്, ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡ്സ് ആൻഡ് ഡിഫറെൻറ്റ് ഫേസസ്. അപ്പോൾ കോമ്പോസിറ്റ് സിഗ്നലിൻ്റെ അത് കോമ്പിനേഷൻ ഓഫ് സിഗ്നൽസ് എന്ന് പറഞ്ഞു. എല്ലാ സിഗ്നൽസിനും ഒരേ ഫ്രീക്വൻസിയും ഒരേ ആംപ്ലിറ്റ്യൂഡും ഒരേ ഫേസ് ഒന്നും അല്ല. എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ കണ്ടോ, ഈ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ്. ഓക്കെ, ലോ ഫ്രീക്വൻസിയിലാണ് ഈ സംഭവം ഓടുന്നത്. ഓക്കെ, അതിന് താഴെയുള്ള സിഗ്നൽ നോക്കിക്കേ, കണ്ടോ, അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കുറവാണ്. ഓക്കെ, കൂടുതലാണ്. ഇത് ഫ്രീക്വൻസി കുറവാണ്,
അതിന് നേരെ കാണുന്ന താഴെയുള്ള ഫ്രീക്വൻസി എന്ന് കുറച്ചുകൂടെ കൂടുതലാണ്. ഓക്കെ, ഏറ്റവും താഴെ ഏറ്റവും ചെറിയ ഫ്രീക്വൻസി ഉണ്ട്, ഏറ്റവും ചെറിയ സിഗ്നൽ ഉണ്ടോ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറവും ആദ്യത്തെ കുറവും മറ്റത് കുറച്ച് കൂടുതലാണ്, ഏറ്റവും താഴെ കാണുന്നത് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി മാത്രമല്ല കൂടിയിരിക്കുന്നത്, ആംപ്ലിറ്റ്യൂഡും കൂടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇത്രയാണ്. ഓക്കെ, രണ്ടാമത്തെ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇത്രയാണ്, മൂന്നാമത്തെ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇതാണ്. ഓക്കെ, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണ്, രണ്ടാമത്തേൻ്റെ ചെറുതാണ്, മൂന്നാമത്തേൻ്റെ തീരെ ചെറുതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഫ്രീക്വൻസി, അപ്പോൾ ഫേസും വ്യത്യാസമുണ്ട് കേട്ടോ. ഫേസുകളിലും വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് 0 സ്റ്റാർട്ട് ചെയ്തു, ഇത് നമുക്ക് ഹാഫ് സൈക്കിളിൽ സ്റ്റാർട്ട് ചെയ്തു, ഇത് നമുക്ക് ഏകദേശം ഇത് ഏകദേശം ഹാഫ് സൈക്കിളിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, സോറി, ഹാഫ് അല്ല, ഇത് 1/4 ഇത് ഏകദേശം ഹാഫ് സൈക്കിളാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫ്രീക്വൻസിയിലും ആംപ്ലിറ്റ്യൂഡിലും ഫേസിലും എല്ലാം വ്യത്യാസം വരുന്ന കോമ്പിനേഷൻ ഓഫ് സിഗ്നൽസ് ആർ നോൺ ആസ് കോമ്പോസിറ്റ് സിഗ്നൽസ്. ഓക്കെ, so this is another composite signal. This is an example for another composite signal. It is given in the textbook. Now we can see the topic bandwidth. What do you mean by bandwidth? Bandwidth is nothing but the highest and the lowest frequencies in a composite signal. Composite signal എന്താണെന്നുള്ള പറഞ്ഞു. കോമ്പോസിറ്റ് സിഗ്നലിനകത്ത് മൾട്ടിപ്പിൾ ഫ്രീക്വൻസീസ് അടങ്ങിയിട്ടുള്ള സിഗ്നൽസ് ഉള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിഫറൻസ് ആണ്. അതായത് ആ സിഗ്നലിൽ ഹയസ്റ്റ് ഫ്രീക്വൻസിയും ലോവസ്റ്റ് ഫ്രീക്വൻസിയും തമ്മിലൊരു ഡിഫറൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് വി വിൽ ടേക്ക് ദ കോമ്പോസിറ്റ് സിഗ്നൽ ഇൻ ടു കൺസിഡറേഷൻ. ഇൻ ദാറ്റ് കോമ്പോസിറ്റ് സിഗ്നൽ വി വിൽ ടേക്ക് ദ ഹയസ്റ്റ് സിഗ്നൽ ആൻഡ് വിൽ ഓൾസോ ടേക്ക് ദ ലോവസ്റ്റ് സിഗ്നൽ. വി വിൽ സബ്ട്രാക്ട് ഇറ്റ്. That is known as the bandwidth of the signal. Okay, so the range of the frequency contained in the composite signal is the bandwidth. The range of the frequencies contained in the composite signal is known as bandwidth. അപ്പോൾ ഇതുപോലെ ഒരു റേഞ്ച് ഓഫ് സിഗ്നൽസ് ഉണ്ട്. കോമ്പോസിറ്റ് സിഗ്നൽസ്, ഇതൊരു കോമ്പോസിറ്റ് സിഗ്നലാണ്. അതിനകത്ത് ഒരുപാട് ഫ്രീക്വൻസീസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, അതിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാണ്? അപ്പോൾ ഇതിൽ നോക്കിക്കേ, ഇതിൽ നമുക്ക് 1000 ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, പിന്നെ അത് കൂടി ഇടയ്ക്ക് കൂടി വീണ്ടും കുറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5000 ആണ്. ഓക്കെ, ലോവസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ ഇതിൻ്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് 5000 മൈനസ് 1000, ദാറ്റ് ഈസ് 4000 ഈസ് ദ ബാൻഡ്വിഡ്ത്ത് ഓഫ് ദിസ് സിഗ്നൽ. ഓക്കെ, 4000 ആണ് ഇതിൻ്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് ഹയസ്റ്റ് ഫ്രീക്വൻസി മൈനസ് ലോവസ്റ്റ് ഫ്രീക്വൻസി ഇൻ എ കോമ്പോസിറ്റ് സിഗ്നൽ, അതാണ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡെഫിനിഷൻ പറയാം, റേഞ്ച് ഓഫ് ദ ഫ്രീക്വൻസീസ് കണ്ടെയ്ൻഡ് ഇൻ ദ കോമ്പോസിറ്റ് സിഗ്നൽ ഈസ് നോട്ട് ബാൻഡ്വിഡ്ത്ത്. ഓക്കെ, കുറേ കളക്ഷൻ ഓഫ് സിഗ്നൽസ്, കോമ്പോസിറ്റ് സിഗ്നലുള്ള കുറേ കളക്ഷൻ ഓഫ് ഫ്രീക്വൻസീസ് ആണ് നമ്മൾ ബാൻഡ്വിഡ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ അതിലുള്ള ഹയസ്റ്റ് ഫ്രീക്വൻസിയും ലോവസ്റ്റ് ഫ്രീക്വൻസീസ് തമ്മിലുള്ള സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, for example, if a composite signal contains frequency between 1000 and 5000, its bandwidth is 5000 minus 1000. Okay, it is 4000. Clear? അപ്പോൾ ഇതാണ് ഒരു ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു സിഗ്നലിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറേ ടേംസുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ കണ്ടത്? ആദ്യം നമ്മൾ സിഗ്നൽ എന്താണെന്ന് പറഞ്ഞു, സൈൻ സിഗ്നൽ എന്താണെന്ന് പറഞ്ഞു. Then we have seen the parameters, discussed the parameters, amplitude, frequency. Okay, ആംപ്ലിറ്റ്യൂഡ് എന്താണെന്നുള്ളത് അറിയാം അല്ലേ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി വാല്യൂ ഓഫ് എ സിഗ്നലാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പീരീഡ് എന്താണെന്നറിയാം, ഫ്രീക്വൻസി എന്താണെന്നറിയാം. ക്ലിയർ? അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദെൻ അത് നമുക്ക് പിന്നെ നമ്മൾ ഈ യൂണിറ്റ് കൺവേർഷൻ നമ്മൾ പറഞ്ഞു, അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഫേസും പറഞ്ഞു. ഓക്കെ, ഫേസ് കഴിഞ്ഞിട്ട് നമ്മൾ കോമ്പോസിറ്റ് സിഗ്നൽ, ദെൻ ഫേസ് കഴിഞ്ഞിട്ട് നമ്മൾ വേവ് ലെങ്ത് പറഞ്ഞു. ഓക്കെ, ദെൻ കോമ്പോസിറ്റ് സിഗ്നൽ, ദെൻ ബാൻഡ്വിഡ്ത്ത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് ഉള്ളത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസ് കറക്റ്റായിട്ട് പഠിക്കുക. താങ്ക് യു.